നല്ലൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാൽ എളുപ്പത്തിൽ എന്നാൽ നല്ല ടേസ്റ്റോട് കൂടി ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ലാതെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ആവശ്യത്തിന് ചിക്കൻ എടുക്കുക. നല്ല വൃത്തിക്ക് കഴുകിയ ശേഷം അതിലേക്ക് മസാലകൾ ചേർക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഏകദേശം 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേറെ വെള്ളം കാര്യങ്ങളൊന്നും കൂട്ടുന്നില്ല കേട്ടോ. ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ചിക്കനിലേക്കുള്ള മസാല തയ്യാറാക്കുന്നത്. അപ്പം എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാലയൊക്കെ ഇറങ്ങി ചെല്ലും. കുറച്ച് നേരം അവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യട്ടെ. 2 പ്ലേറ്റിലായിട്ട് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലൊന്നിൽ 3 സവാളയും 1-ൽ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ള സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായ പച്ചമുളക് എടുക്കുക. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ എടുക്കുക. കുറച്ച് മല്ലിയില അരിഞ്ഞിട്ടെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ 1.5 ടീസ്പൂൺ പശുനെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിൽ ഒത്തിരി പശുനെയ്യൊന്നും ചേർക്കുന്നില്ല കേട്ടോ, കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് 2 ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് 1 ഉള്ളിയോളം നമ്മൾ വേറെ ചോറ് വെക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അത് പിന്നീട് പറയാം കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുന്നില്ല. അപ്പോൾ എക്സ്ട്രാ 1 ഉള്ളിയും കൂടെ നിങ്ങൾ വളരെ നേരിയ രീതിയിലൊന്ന് അരിഞ്ഞിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വയ്ക്കുക. അപ്പം പെട്ടെന്ന് ഉള്ളിയൊക്കെ വാടി കിട്ടും. ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമ്മൾ മാറ്റി വയ്ക്കണം. ഒത്തിരി കരിയാൻ നിൽക്കരുത്. അപ്പം പിന്നെ കുറച്ചുകൂടി ഇരിക്കുമ്പം നന്നായിട്ട് കരിഞ്ഞു പോകും. ഈ ഒരു കളറാകുമ്പോൾ മാറ്റി വയ്ക്കാം. അതേ സെയിം എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. മാക്സിമം ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 തവണയായിട്ടാണ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. ഫുള്ളായിട്ട് ഫ്രൈ ചെയ്യുന്നില്ല, നമ്മൾ ഒരു 1/4 ഭാഗത്തോളം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 1/4 ഭാഗമൊക്കെ നമ്മൾ അവിടെ വെക്കുന്നുണ്ട്. നമ്മൾ പിന്നീട് ഒരു ചെറിയ തീയിലിട്ടിട്ട് ചോറിൻ്റെ കൂടെ പിന്നെയും ഒന്ന് വേവിക്കുന്നുണ്ട്. അപ്പം ആ ഒരു ചിക്കൻ്റെ വേവൊക്കെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കംപ്ലീറ്റും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഒരു ബാക്കി എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെറുതെ കളയുന്നില്ല, നമ്മൾ വേറെ എക്സ്ട്രാ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ആ 3 സവാള ഇട്ടുകൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക കേട്ടോ. ഉപ്പിൻ്റെ അളവൊന്നും കൃത്യമായിട്ട് പറയുന്നില്ല, അത് നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ആദ്യം കുറച്ചിട്ട് കൊടുക്കുക, പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ആദ്യം തന്നെ കൂടിപ്പോകണ്ട. നമ്മൾ കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ഇങ്ങനെ വേവിക്കുമ്പോൾ പെട്ടെന്ന് വാടിക്കിട്ടും. ഇതിലേക്ക് നേരത്തെയുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചതച്ച് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പം നിങ്ങൾ മുളക് പൊടിയൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഈ പച്ചമുളകിൻ്റെ എരിവും കൂടി ഇതിലേക്ക് വരുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി അധികം ഉടഞ്ഞു പോകുന്ന രീതിയിൽ വേണ്ട, ഒരു മീഡിയം രീതിയിൽ മതിയാവും. ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ജസ്റ്റ് ഒന്ന് ഉടയുന്നില്ലെങ്കിൽ ആ ഒരു സ്പൂൺ വെച്ചിട്ട് അല്ലെ തവി വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്താൽ മതി. ഒത്തിരി ഉടയുന്ന രീതിയിലൊന്നും മാക്കിയെടുക്കണ്ട കേട്ടോ. ഈ ഒരു ഭാഗം ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. മസാല മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചിക്കൻ ഉടയാതെ ശ്രദ്ധിക്കുക. ചിക്കൻ എന്തായാലും ഉടഞ്ഞു പോകത്തൊന്നുമില്ല, കാരണം നമ്മളതിൻ്റെ 1/4 ഭാഗത്തോളം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പം ശ്രദ്ധിക്കുക. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് മല്ലിയില, കുറച്ച് മല്ലിയില അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു തവി വെച്ചിട്ട് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടത് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം അതൊന്ന് ചെയ്യാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അതിലേക്ക് എന്തെങ്കിലും ആവശ്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി.
ഞാൻ ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ അടുപ്പിലേക്ക് മാറ്റി വെക്കാം. ചെറിയ തീയിൽ അതവിടെ ഇരിക്കട്ടെ. ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം, അടിക്ക് പിടിക്കരുത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇടയ്ക്ക് ശ്രദ്ധിക്കണം. ഇനി ചോറ് തയ്യാറാക്കാം. ഇതിലേക്ക് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല വൃത്തിക്ക് കഴുകിയ ശേഷം അത് അരിച്ച് വെക്കാം. വെള്ളമൊക്കെ ഊറിയിട്ട് എടുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒന്ന് ഫ്രൈ ആയിട്ടാകുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ബിരിയാണിക്ക് ജീരകശാല അരി നല്ല പെർഫെക്റ്റ് ആണ് കേട്ടോ, നല്ല രസമായിട്ട് കിട്ടാറുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല ഒരു ഉള്ളി നേരിയ രീതിയിൽ അരിഞ്ഞ് വെക്കണം എന്നുള്ളത്, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നേരത്തെ ഒരുമിച്ച് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചെയ്യുമ്പം ഇതേ എണ്ണയിലേക്ക് ഇട്ടിട്ട് തന്നെ നമ്മൾ ചോറും കൂടെ ചെയ്തെടുക്കുമ്പോൾ ആ ഉള്ളിയുടെ ആ ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അതെല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ടൈം കിട്ടുന്ന പോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഏലക്ക, ഗ്രാമ്പു, പട്ട, കുറച്ച് ജീരകം അതൊക്കെ ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം. ബേ ലീഫ് ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ടെടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ല, തീർന്നുപോയി. അപ്പോൾ ഞാനത് ഇട്ടിട്ടില്ല. അതൊന്നും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് ആ വെള്ളമൊക്കെ വരാൻ വെച്ചിട്ടുള്ള അരി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ അരി ഇടുന്നതിന് മുമ്പ് ഏത് പാത്രത്തിലാണോ നമ്മൾ അരി അളന്നെടുക്കുന്നത് അതിൻ്റെ ഡബിളായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം അതിൽ കുറച്ചും കൂടി അധികമായിട്ട് വെള്ളം നല്ല രീതിയിൽ ചൂടാക്കാൻ വെച്ച ശേഷം വേണം നമ്മൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നിങ്ങളൊരു വേറൊരു പാത്രത്തിലേക്ക് ആ കറക്റ്റ് അളവ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് അധികം വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഥവാ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ ചൂടോടെ തന്നെ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത് കേട്ടോ. പിന്നെ അരി ഒന്ന് വറുത്ത ശേഷം ഒന്ന് കടിച്ച് നോക്കുക. അപ്പോൾ പൊട്ടുന്ന ആ ഒരു പാകമാകുമ്പം നമുക്കതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് തിള വരുന്നവരെ ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം, ഇവിടെ മസാല ഇരിപ്പുണ്ട്. അപ്പം അടിക്ക് പിടിക്കാതെ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. വളരെ ചെറിയ തീയിൽ അവിടെ ഇട്ടിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കുക. എല്ലാ ഭാഗത്തും വേവ് കറക്റ്റ് ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. 3/4 ഭാഗം വെന്ത് കിട്ടിയാൽ മതി. ബാക്കി നമുക്ക് മസാലയുടെ കൂടെ കുറച്ച് സമയം ഇരിക്കേണ്ടതാണ്. അപ്പം കറക്റ്റ് വേവ് കിട്ടും. ഇപ്പം ഏകദേശം ഒരു 3/4 ഭാഗത്തോളം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പം തന്നെ ആ ഒരു സവാളയിൽ നിന്നുള്ള വെള്ളമൊക്കെ നല്ല രീതിയിൽ ഊർന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു പാകം കറക്റ്റാണ്. ഇതിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം. ആദ്യം തന്നെ പകുതി ഭാഗത്തോളം ചോറിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതിനുശേഷം കുറച്ച് മല്ലിയില ഇട്ടുകൊടുക്കുക. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി അതൊക്കെ ഇട്ടുകൊടുക്കുക. പിന്നെ നമ്മൾ സവാളയും കൂടെ ഫ്രൈ ചെയ്തിട്ടുള്ള സവാളയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയും കൂടെ മിക്സ് ആക്കിയതാണ്. ജസ്റ്റ് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നല്ല ഫ്ലേവറൊക്കെ കിട്ടും. ഇനി ബാക്കി ചോറും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നേരത്തെ ചെയ്തിട്ടുള്ള ആ പ്രോസസ്സ് തന്നെ ചെയ്യുക കേട്ടോ. ഞാൻ വീണ്ടും അതങ്ങനെ കാണിക്കുന്നില്ല. ഒരു 10 മിനിറ്റോളം നമ്മൾ ആ ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചിട്ട് എടുക്കുക. അതിനുശേഷം ഒരു 1/2 മണിക്കൂർ നമ്മൾ വെക്കുക കേട്ടോ. എന്നിട്ട് മാത്രം മൂടി തുറന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ചോറും മസാലയും വേറെ സെപ്പറേറ്റ് ആയിട്ട് വേണ്ടുന്ന കൂട്ടർ ആദ്യം തന്നെ ആ മേലെ ഭാഗത്തുള്ള ചോറൊക്കെ ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം മസാല വേറെ ചോറ് വേറെ ആയിട്ട് എടുക്കാവുന്നതാണ്. ഞാനിവിടെ മൊത്തത്തിൽ മിക്സ് ചെയ്യാണ് കേട്ടോ ചെയ്യാറ്. 2 രീതിയിലും ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് ഇച്ചിരി കൂടി ഇതാണ് കേട്ടോ ഇഷ്ടം, മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട്. കാരണം ഒത്തിരി ഒന്നും നമ്മൾ വെക്കുന്നില്ല, കറക്റ്റായിട്ട് മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പം ബാലൻസ് ഒന്നും വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ എടുക്കാറുള്ളത്. ഇതാണ് എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത്. നേരത്തെ പറഞ്ഞ പോലെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വേണ്ടുന്നവർ അങ്ങനെ മാറ്റിയെടുക്കുക കേട്ടോ.
നല്ല മണമൊക്കെ വരുന്നുണ്ട്, നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്കെപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് പെർഫെക്റ്റായിട്ട് ബിരിയാണി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പല ആൾക്കാരും പല രീതിയിലാണ് ഓരോ റെസിപ്പിയും തയ്യാറാക്കുന്നത് അല്ലേ. അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.